ഇപ്പോൾ ഫുട്ബോൾ പരിശീലകൻ കോളം FC-യുടെ പരിശീലകൻ എബിൻ റോസ് ഒപ്പം ചേരുന്നുണ്ട്. എബിൻ റോസ്, മെസ്സി വരും എന്ന് പറഞ്ഞു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന വിഷയത്തിൽ നിന്ന് മാറിയൊരു ചോദ്യമാണ് ആദ്യം. ഈ മെസ്സി വന്നാൽ ഫിഫയുടെ എല്ലാ നിബന്ധനകളും പാലിച്ച് എവിടെ കളിക്കും എന്നാണ്. ഇത് ഞാൻ ആദ്യമേ ഉന്നയിച്ചൊരു ചോദ്യമാണ്. എന്നെ പോലുള്ള ഫുട്ബോൾ ആരാധകർ, കളിക്കാര്, പരിശീലകർ എല്ലാത്തിനും ഡിസ്കഷൻ വളരെ ആവേശത്തോടു കൂടി പലരും സംസാരിച്ചപ്പോൾ ഫിഫയുടെ ഇന്റർനാഷണൽ റൂൾ അനുസരിച്ച് ഒരു സമയക്രമം അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് കേരളത്തിൽ അവൈലബിൾ ആണോ, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഞാൻ ഉയർത്തിയാണ്. ഒപ്പം തന്നെ നിങ്ങൾക്കറിയാം, ഇന്നത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട ന്യൂസിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ലൈസൻസ് നഷ്ടപ്പെട്ടു. കാരണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഇവിടെ ഉള്ളതിന് ഏറ്റവും നല്ല ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കലൂരിലെ ആ ജവഹർലാൽ സ്റ്റേഡിയം തന്നെ. ആ സ്റ്റേഡിയത്തിന് പോലും പെർമിഷൻ കിട്ടിയില്ല എങ്കിൽ നമുക്ക് എവിടെ സ്റ്റേഡിയം ഉണ്ട്? ഉള്ള സ്റ്റേഡിയങ്ങൾ പലതും ക്രിക്കറ്റുകാർ സ്വന്തമാക്കി, അല്ലെങ്കിൽ അല്ല എബിൻ, ഈ അണ്ടർ-17 വേൾഡ് കപ്പിന് നമ്മൾ വേദിയായ സമയത്താണെന്ന് തോന്നുന്നു ഒന്ന് മെച്ചപ്പെടുത്തി എടുത്തതാണ് ഫിഫയുടെ നിയന്ത്രണത്തിൽ കൊച്ചി സ്റ്റേഡിയം. പക്ഷേ എബിൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി നടക്കുമ്പോൾ ഒരു ഗോൾ പിറന്നാൽ ഗ്യാലറിയിലേക്കുള്ള ക്യാമറയിൽ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ആ ഗ്യാലറി വല്ലാതെ കുലുങ്ങുന്നുണ്ട്. അപ്പോൾ സുരക്ഷാ കാരണങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടി വരും കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിൽ. ഞാനിത് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹർട്ടാവും. അതായത് നമ്മുടെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്, നമ്മൾ ഇന്റർനാഷണൽ ടീമിനെയാണ് കൊണ്ടുവരുന്നത്. കാരണം ലോകരാജ്യത്തിലെ 1ാം റാങ്കുകാരായ അർജന്റീന പോലൊരു ടീമിനെ കൊണ്ടുവരുമ്പോൾ ഇവിടെ പാലിക്കേണ്ടതായ കുറെ നിബന്ധനകളും നടപടിക്രമങ്ങളും ഉണ്ട്. അവർക്കെതിരെ കളിക്കുന്ന റാങ്കിങ്ങുള്ള എതിർ ടീമിനെ ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. അതടക്കമുള്ള ഇന്റർനാഷണൽ കലണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരത്തെ നിശ്ചയിക്കുന്നതാണ്. നമ്മളെപ്പോലെ നാളത്തെ മത്സരത്തിന് ഇന്ന് തയ്യാറെടുക്കുന്ന ഇന്ന് ടീമിനെ തട്ടിക്കൂട്ടി ചെയ്യുന്ന പരിപാടിയല്ല. ജയിച്ചു കഴിഞ്ഞാൽ കൊണ്ട് പൂമാല ഇട്ട് കൊടുത്തിട്ട് ഞങ്ങളുടെ സ്വന്തം എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന രാഷ്ട്രീയക്കാരടക്കമുള്ളവർക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മളെ കൈമണി കൊടുത്താലോ കൊടി പിടിച്ചാലോ ഒന്നും ഈ ഇന്റർനാഷണൽ ടീമുകൾ വരില്ല. അവർക്ക് കൃത്യമായ പ്ലാൻ, അതാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സ്റ്റേഡിയത്തിന്റെ കാര്യം പറഞ്ഞത്, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഏഷ്യൻ ഫുട്ബോൾ കോൺഫറൻസിന്റെ സെക്രട്ടറി വിസിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം നേരിട്ട് കണ്ട് ബോധ്യമായതാണ്. അതിനോടൊപ്പം കളിക്കാർക്കുള്ള സുരക്ഷ ഒരുക്കാനോ സ്റ്റേഡിയത്തിന്റെ ആ ഒരു ഗാലറിക്ക് ഇത്രയും കാണികളെ താങ്ങാനോ ഉള്ള ഒരു കരുത്തില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റർനാഷണൽ ബ്ലാസ്റ്റേഴ്സിന് ലൈസൻസ് കട്ടായെങ്കിൽ അർജന്റീനയെ പോലെ ഒരു ടീം വരുമ്പോൾ അവസ്ഥ. ഇതിനു മുമ്പേ 1,00,000-ലധികം കാണികള് ലൈനിൽ വരെ ഇരുത്തി കളിക്കാൻ അനുവദിച്ച ഒരു ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് കാണികളുടെ ആവേശവും റിയൽ ഫുട്ബോളും ജനങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ അത് ഇതുവരെയ്ക്കും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സ്പോർട്സ് കൾച്ചർ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. അതായത് വെറും വീരവാദവും വാഗ്ദാനവും മാത്രം നടത്തുന്ന ഒരു കൾച്ചറിലോട്ട് നമ്മൾ തരം താഴ്ന്നിരിക്കുകയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് എബിൻ റോസ്, ഈ ടീം വരില്ല എന്ന് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. ഈ കൊട്ടിഘോഷിക്കലുകൾ നടക്കുമ്പോഴൊക്കെയും ഫുട്ബോളിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലായതാണ്. സിമ്പിളാണ് ചോദ്യം, ഗ്രൗണ്ട് എവിടെയാണ്, എവിടെ നിങ്ങൾ കളിപ്പിക്കും? അല്ലെങ്കിൽ തന്നെ ഫിഫയുടെ എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കാൻ നമുക്കതിനുള്ള സംവിധാനമുണ്ടോ എന്ന ചോദ്യം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നതാണ്. മാത്രമല്ല, ഈ ഇൻ്റർനാഷണൽ കലണ്ടർ വരുമ്പോഴേക്കും അർജന്റീനയ്ക്ക് ഈ സമയത്ത് കേരളത്തിൽ കളിയുണ്ടെന്ന് എവിടെയും കാണുന്നുമില്ല. സ്വാഭാവികമായും ഇതൊരു പറ്റിക്കലായിരുന്നു. ആരെയൊക്കെയോ പറ്റിക്കുകയായിരുന്നു. അറിഞ്ഞുകൂടാതെ ഈ പണി ഏറ്റെടുത്തതാണ്. അങ്ങനെയൊക്കെ നമുക്ക് കരുതാം. അല്ല, എനിക്ക് വേറിട്ടൊരു അഭിപ്രായം. നമ്മുടെ മന്ത്രി, സ്പോർട്സ് മിനിസ്റ്റർ വളരെ എന്താ പറയാ വളരെ എനർജി, അതായത് സ്പോർട്സിനെ വളർത്തണം, ഫുട്ബോളിന് പ്രത്യേക സ്നേഹം കൊടുക്കുന്ന ഒരാളാണ്. പക്ഷെ അവരുടെ ചുറ്റും നിൽക്കുന്ന ചില ആൾക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അതായത് പലപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുകയും ഈ കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിക്കാൻ കഴിയും. ചിലപ്പോൾ അവിടെ കോൺഫിഡൻസ് ആയിരിക്കാം. പക്ഷേ റൂൾസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ കൊടി പിടിച്ചാലോ അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്താലോ നമ്മുടെ കാര്യങ്ങൾ നടക്കും. പക്ഷെ അതുപോലെയല്ല ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ, റിയൽ പ്രൊഫഷണൽ ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആഘോഷിക്കുന്നതും ആനന്ദിക്കുന്നതും ഒപ്പം തന്നെ വരുമാനം ഉണ്ടാക്കുന്ന, നിങ്ങൾക്ക് അറിയാം, മെസ്സിയും റൊണാൾഡോ പോലുള്ള ആൾക്കാർ വരുന്നത് അർജന്റീനയും ബ്രസീലും പോലെ തെരുവുകളിൽ നിന്നാണ്. അവർക്ക് കിട്ടുന്ന ശമ്പളം നമുക്ക് ഒരിക്കലും തിങ്ക് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ആ ലെവലിൽ ഫുട്ബോളിന് ലോകത്തിൽ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഫുട്ബോളിനെ പറ്റിച്ചുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ മന്ത്രിയെ കൊണ്ട് ഇങ്ങനെ പ്രസ്താവന നടത്തിയ ആൾക്കാരാണ് ഇതിന് മറുപടി പറയേണ്ടത്. ശരിക്കും ഇത് നമ്മൾ യബിൻ, അതായത് ഈ ക്ലബിൽ സജീവമാകുന്ന സമയത്ത് സ്വന്തം രാജ്യത്തിന്റെ കുപ്പായം അണിഞ്ഞ് കളിക്കാൻ മെസ്സിക്ക് സമയം കിട്ടുന്നില്ല. അതെ, അതാണ് രാജ്യത്തിന് കളിക്കുന്നതല്ല. അത് മാത്രമല്ല, മെസ്സി റിട്ടയർമെന്റ് വക്കിലാണ്. മെസ്സി വരുമെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം അവര് വളരെ പ്രൊഫഷണൽ ആണ്. അവർ കളിക്കുന്നത് എപ്പോഴും മെസ്സിക്ക് വേൾഡ് കപ്പ് കളിക്കാൻ, അടുത്ത വേൾഡ് കപ്പ് അമേരിക്ക
ഭൂഖണ്ഡങ്ങൾ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ശരിക്കും റിയലി പ്രൊഫഷണൽ ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ലീഗ് കളിച്ചുകൊണ്ട് അവിടുത്തെ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് ഒരു വേൾഡ് കപ്പ് കൂടെ കളിക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന് സെലക്ട് ചെയ്ത് തന്നെയാണ് അദ്ദേഹം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. വേൾഡ് കപ്പിന്റെ യോഗ്യതാ റൗണ്ടിൽ നിന്ന് പോലും അദ്ദേഹം മാറി നിന്നിട്ടുണ്ട്. കാരണം അവരൊക്കെ പ്രൊഫഷണലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലൊരു ഫ്രണ്ട്ലി മാച്ചിന് മെസ്സി വരുമോ എന്നുള്ളത് വേറൊരു ചോദ്യം. അപ്പൊ അർജന്റീന ടീം വന്നാലും മെസ്സി വരുമോ എന്നുള്ളത് അതാണ്. അതായത് മെസ്സി വരും എന്ന് പറഞ്ഞു പറ്റിച്ച എന്തിനാണ് ഇപ്പോഴത്തെ ചോദ്യം. അർജന്റീന ടീം വരും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഒരു പക്ഷേ അണ്ടർ-23 ടീമിനെയൊക്കെ അവർക്ക് അയക്കാം, അത് സ്വാഭാവികമാണ്. പക്ഷേ മെസ്സി വരുമെന്ന് തറപ്പിച്ച് പറഞ്ഞ് പറ്റിച്ച എന്തിനെന്നാണ് ചോദ്യം. ഇതിപ്പോൾ ഈ സ്പോൺസർക്ക് മാത്രമല്ല, സ്പോൺസറെ വിശ്വസിച്ച സർക്കാരിനും അത്ര പെട്ടെന്ന് കൈകഴുകി പോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്നത് മന്ത്രി നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഫുട്ബോളിനെ പ്രൊമോട്ട് ചെയ്യാനും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു മനുഷ്യനാണ്. ഫുട്ബോളിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് മന്ത്രി. പക്ഷെ ആ മന്ത്രിയുടെ ചുറ്റുപാട് നിൽക്കുന്ന കുറെ ആൾക്കാർ വെറും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഇതിൽ പ്രൊമോട്ട് ചെയ്ത് അവർ തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ. കാരണം സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ശ്രമിക്കും, അവരുടേതായ കാര്യങ്ങൾ ചെയ്യും, അവർക്കും ആവശ്യമാണ്. പക്ഷെ അതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാമെന്നുള്ള ആൾക്കാർ പോലും ഉൾപ്പെട്ട ഒരു സംഘം അവിടെ ഉണ്ട്. പക്ഷെ അവർ അറിഞ്ഞുകൊണ്ട് എന്തിനു ഇത് ചെയ്തു പറയുന്നത് അണ്ടർ-23 എങ്കിൽ അതും നേരത്തെ പറയണം. കാര്യം അർജന്റീനൻ ടീം എന്ന് പറയുമ്പോൾ എല്ലാവരും മെസ്സിയ. കാര്യം അർജന്റീന അണ്ടർ-23 ടീമും നമ്മൾ ഇന്ത്യ ചിലപ്പോൾ ഏകദേശം ഒരേ നിലവാരമായിരിക്കും. പക്ഷെ ഒരിക്കലും അണ്ടർ-23 ടീം അല്ല അർജന്റീന ടീം എന്ന് പറഞ്ഞാൽ അത് മെസ്സി ഉൾപ്പെട്ട ടീമിനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുക. തീർച്ചയായിട്ടും അതിന് മന്ത്രിയുടെ ചുറ്റും നിൽക്കുന്ന കുറെ ആൾക്കാർ ഉത്തരം പറഞ്ഞേ മതിയാവും.